നവോത്ഥാന മൂല്യങ്ങളിലൂടെയും പുരോഗമനപരമായ ആശയങ്ങളിലൂടെയും നാം സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നേടിയെടുത്ത ഉന്നതിയുണ്ട്, വ്യതിരിക്തതയുണ്ട്. ഇവ നിലനിർത്തേണ്ടതുണ്ട്. നിലവിൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നവകേരളം ഒരുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ട്. ആ ചിന്തയായിരിക്കണം ഓരോ KS ഉദ്യോഗസ്ഥന്റെയും ഭാഗത്തു നിന്ന് പ്രവർത്തനത്തിൽ നിലനിൽക്കേണ്ടത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ എടുത്ത ഒരു തീരുമാനമുണ്ട്. സേവനങ്ങൾ വാതിൽപ്പടിയിൽ ലഭ്യമാക്കുക എന്താണ്. അതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ നയനിലപാടുകൾ വ്യക്തമാണ്. സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ആ നിലപാട്. ആ കാഴ്ചപ്പാടോടെയാണ് സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ ഉള്ള പ്രത്യേകത, വിദേശ രാജ്യങ്ങളിലിരുന്ന് പോലും കേരളീയർക്ക് സേവനങ്ങൾ തേടാവുന്നതാണ്. ഇതിൽ നിന്നെല്ലാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. കാര്യക്ഷമവും ജനോന്മുഖവും അഴിമതിരഹിതവുമായ സിവിൽ സർവീസാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന പാഠം. അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മതിയെന്ന് കരുതരുത്. പോസിറ്റീവായ നടപടി തന്നെ ഉണ്ടാവാൻ പരമാവധി ശ്രമിക്കണം. നിയമങ്ങളെയോ ചട്ടങ്ങളെയോ കാറ്റിൽ പറത്തണമെന്നല്ല, ന്യായരഹിതമായി സാങ്കേതികത്വത്തിൽ കുരുക്കാതെ ജനങ്ങളുടെ ജീവിത കാര്യങ്ങളെ മനുഷ്യത്വപരമായി സമീപിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ആ സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സിവിൽ സർവീസിനെ സേവനോന്മുഖമായ കർമ്മോന്മുഖ പാതയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന KS യാഥാർത്ഥ്യമാക്കിയത്. ദീർഘമായ നമ്മുടെ നാടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇതിന് സംസ്ഥാന സർക്കാർ പ്രകടിപ്പിച്ച ഇച്ഛാശക്തിയുടെ കൂടി ദൃഷ്ടാന്തമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും വഹിക്കുന്ന ഔദ്യോഗിക ചുമതല. ഈ സർവീസ് രൂപീകരിക്കുമ്പോൾ KSന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രധാനമായി 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തില് അവ സൂചിപ്പിച്ച് നന്നാവുമെന്നാണ് കരുതുന്നത്. ഒന്നാമത്തത്, സർക്കാരിന്റെ നയങ്ങളും പദ്ധതികളും ഫലപ്രദമായി നടപ്പാക്കാൻ ഭരണനിർവഹണ പാഠവുമുള്ള ഒരു 2ാം നിര ഉദ്യോഗസ്ഥ ശ്രേണി രൂപപ്പെടുത്തുക. 2, ബുദ്ധിയും പാഠവും പ്രതിബദ്ധതയുമുള്ള ഉദ്യോഗസ്ഥർക്ക് ഭരണ നിർവഹണ തലത്തിന്റെ ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിക്കാൻ അവസരമൊരുക്കുക. 3, IAS തസ്തികയിലേക്ക് ഫീഡർ കാറ്റഗറിയായി ഉദ്യോഗസ്ഥരുടെ ഒരു തട്ട് രൂപീകരിക്കുക. ചില കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട്. പോസിറ്റീവായ പല റിസൾട്ടുകളും കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇനിയും മുന്നേറേണ്ടതുണ്ട്. അവ ഏതൊക്കെയെന്ന്
കൂട്ടായ ചർച്ചകളിലൂടെ കണ്ടെത്താനും വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള മുൻകൈ എടുക്കാനും നിങ്ങളുടെ അസോസിയേഷന് കഴിയണം. നിങ്ങളെ വിവിധ വകുപ്പുകളിലായി നിയോഗിച്ചത് അവിടെ നിലവിലുള്ള സമ്പ്രദായങ്ങൾ അതേപോലെ തുറന്നു പോകാനല്ല, ആ വകുപ്പുകളിൽ പുരോഗമനോന്മുഖമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്, പുതുപാത വെട്ടിത്തുറക്കാനാണ്. റെറ്റാപ്പിസം എന്ന പ്രയോഗം നിങ്ങൾക്കറിവുള്ളതാണ്. അത് പഴയതുപോലെ ഇന്ന് നിലനിൽക്കുന്നില്ല. എങ്കിലും ചില വകുപ്പുകളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ അത് നിലനിൽക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങൾ ഇല്ലാതാക്കാനുള്ള അശ്രാന്ത പരിശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.